കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കിഴലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തായതിനാൽ കരുതലോടെയുള്ള വികസന പദ്ധതികൾക്കാണ് ബജറ്റിൽ മുൻതൂക്കം നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വനജാക്ഷിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കാര്യാലയത്തിന് പുതിയ കെട്ടിടം മുതൽ വിവിധ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പുതിയ കെട്ടിടം ഒരുക്കുന്നതിന് 1,25 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ തരിശുഭൂമിയിൽ കാർഷിക കൂട്ടായ്മകൾ മുഖാന്തരം അവിടുത്തെ മണ്ണിനും കാലാവസ്ഥയും പരിശോധിച്ച 16 വിളകൾ പഞ്ചായത്ത് നേരിട്ട് ഉൽപ്പാദിപ്പിക്കും. തുടർന്ന് കിഴലൂർ ബ്രാൻഡ് എന്ന രീതിയിൽ വിപണിയിലെത്തും. മധുര 16 കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 8 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് പടിപടിയായി നമ്മുടെ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ നിർണായകമായ പങ്കുവഹിക്കാൻ കിഴലൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നിർബന്ധിത വകയിരുത്തലുകൾ ഉൾച്ചേർത്തുകൊണ്ടും മുൻകാലങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നതുമായ വൈവിധ്യമാർന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ ബജറ്റിനെ നോക്കിക്കാണേണ്ടത്. കർഷകർക്ക് നെല്ലിന് കൂലി ചെലവും സബ്സിഡിയും നൽകാൻ 1.25 ലക്ഷം രൂപയും, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡിക്കായി 7.5 ലക്ഷം, കൂൺ കൃഷി, ചെണ്ടുമല്ലി കൃഷി, ഓർക്കിഡ് കൃഷി, ഹൈബ്രിഡ് വിത്ത് വിതരണം, വാഴയിലയ്ക്കായി വാഴകൃഷി തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വനിതാ സംരംഭകർക്ക് ഫുഡ് ഓൺ വീൽസ്, മൊബൈൽ റെസ്റ്റോറന്റ് എന്നിവയ്ക്കായി 5 ലക്ഷം രൂപ, സ്ത്രീകൾക്കായി ഒരുക്കുന്ന ഫിറ്റ്നസ് സെന്ററിൽ ഉപകരണങ്ങൾ വാങ്ങാൻ 6 ലക്ഷവും, വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ കൂട് എന്ന പേരിൽ പകൽ വീട് നിർമ്മിക്കാൻ 6 ലക്ഷവും, വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങൽ, വയോജന സംഗമം എന്നിവയ്ക്ക് 3 ലക്ഷവും ബജറ്റിൽ വകയിരുത്തി. പാലിയേറ്റീവ് പരിചരണത്തിന് 15 ലക്ഷവും, ജൈവ മാലിന്യ സംസ്കരണത്തിനായി ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിന്നുകളുടെ വിതരണം നടപ്പിലാക്കുന്നതിന് 10 ലക്ഷവും, ജലസംരക്ഷണ പദ്ധതിക്ക് 18 ലക്ഷവും, ശ്മശാനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പണവും ബജറ്റിൽ വകയിരുത്തും. ഓരോ വാർഡിലും കളിക്കളം നിർമ്മിക്കാൻ പൊതുജന സഹകരണത്തോടെ സ്ഥലം കണ്ടെത്തിയാൽ കളിക്കളം നിർമ്മിക്കാൻ പകുതി പണം പഞ്ചായത്ത് നൽകും. അതിനായി 10 ലക്ഷം രൂപ വകയിരുത്തും. തെരുവ് നാടക ട്രൂപ്പ് രൂപീകരിക്കും. ലൈഫ് ഉൾപ്പെടെ ഭവന പദ്ധതികൾക്കായി 51 ലക്ഷം രൂപ, ഭിന്നശേഷിക്കാർക്ക് ഫിസിയോതെറാപ്പിക്കായി സ്നേഹസ്പർശം പദ്ധതിക്ക് 2 ലക്ഷം രൂപ. വിമാനത്താവളം വന്നതോടെ വനം കുറഞ്ഞ പഞ്ചായത്തിൽ മിയാവാക്കി വനവൽക്കരണം നടപ്പിലാക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എയർപോർട്ടിന്റെ വരവോടുകൂടി കാട് തന്നെ ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. എയർപോർട്ടുകാരന് ഏറ്റെടുത്ത സ്ഥലത്തുള്ള അത്യാവശ്യം ചില കാടുകളല്ലാതെ മറ്റ് തരത്തിലുള്ള കാടുകളൊന്നുമില്ല. വനവൽക്കരണം സംസ്ഥാന സർക്കാരിന് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മുടെ സാധ്യത വെച്ചുകൊണ്ട് മിയാവാക്കി ചെറു വനവൽക്കരണ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ പൊതുസ്ഥലങ്ങൾ, അതുപോലെ തന്നെ കാവുകളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഓരോ വാർഡിനകത്തും സെലക്ട് ചെയ്ത വാർഡിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള വനവൽക്കരണ പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 31,83,10,009 രൂപ ആകെ വരവും 26,85,44,388 രൂപ ആകെ ചെലവും 4,97,65,621 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിൽ പ്രസിഡന്റ് C. സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KK പ്രഭാകരൻ, T. രുദീഷ്, V. ജസ്ന, പഞ്ചായത്ത് സെക്രട്ടറി S. അജി എന്നിവർ പങ്കെടുത്തു. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.